ഇന്നെൻ്റെ ചുറ്റുപാത്രത്തിൽ ഇന്ന് ചുറ്റുപാത്രമല്ല, ചോറ് പൊതിയാണ്. നെല്ലിക്കാച്ച, ഇവിടെ പച്ചടിയുണ്ട്. ഒത്തിരി കൂടെ ക്യാമറ അങ്ങോട്ട് നിൽക്കാവോ, ബാക്കിലോട്ട്. ഇത് പച്ചടി, ഇത് ഒഴിച്ച് കറി പോലത്തെ പരിപ്പ്, അവിയലല്ല. ഇവിടെ തോരൻ ഇരിപ്പുണ്ട്. ഒത്തിരി കൂടെ ഇങ്ങോട്ട് നിൽക്കാവോ. ഇത് തോരൻ, ഇത് ഫിഷ് ഫ്രൈ, സവോള, പപ്പടം, പിന്നെ ഇവിടെ സാമ്പാർ, അതൊക്കെ ഞാൻ കാണിക്കാം. ഇത് പപ്പടം വെച്ച് പരിപ്പും പപ്പടവും കൂടെ ഇളക്കി കഴിക്കേണ്ടത്. ഞാൻ മാത്രം എനിക്കിന്ന് സദ്യ കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പം കാക്കച്ചി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ കാക്കച്ചിക്ക് കല്യാണം. അമ്മയും ഞാനും കൂടെ ഇപ്പം ഇത് കഴിക്കാം. അമ്മ ഹോട്ടലിലെ ഫുഡൊന്നും കഴിക്കുന്ന ആളല്ല, പക്ഷേ ഇന്ന് കഴിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ പുളിശ്ശേരിയും ചോറും മാത്രമേ ചിലപ്പോൾ കഴിക്കുള്ളൂ. പരിപ്പും പപ്പടവും കൂടെ ഇളക്കി. ഇത് എന്തോന്ന് ഫ്രൈ ആണ്? വലിയ മീൻ. ഇത്രയും ഞാനെങ്ങനെ എൻ്റെ കൂടെ സഹായിക്കുമോ? മീൻ പൊരിച്ചത് വെച്ച്. ഇത് എവിടായി കട? പുതിയ കടയെന്ന് പറഞ്ഞു. പാപ്പാല പുതിയ കടയിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ഞാൻ ഇനി തട്ടുകയാണ്. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം. ഒരു ആവറേജ് രുചി തന്നെ കിട്ടുന്നുണ്ട്. മോശം രുചിയൊന്നുമല്ല. മീൻ പൊരിച്ചത് വെച്ച് പച്ചടിയും വെച്ച് പരിപ്പും പപ്പടവും കൂടെ കൂട്ടി കഴിക്കും. മീൻ പൊരിച്ചതൊക്കെ നല്ല ടേസ്റ്റുണ്ട്. നെല്ലിക്ക അച്ചാറും കൂടെ ഇതൊക്കെ അവരുണ്ടാക്കിയതാണ്. മേടിക്കുന്ന അച്ചാറൊന്നുമല്ല. പൊളി. ഇനി ഇച്ചിരി മീൻകറി കഴിച്ചു തരാമോ? ആക്കച്ച് നല്ല മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. മതി. മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് വന്നിരിക്കുന്ന കാക്കച്ചിക്ക് മീൻകറി കൂട്ടി കഴിച്ചു നോക്കട്ടെ.